ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ നേടിയ ആധികാരിക ജയം ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യത്തിനായി പോരാടിയ ധീര സൈനികർക്ക് സമർപ്പിക്കുന്നുവെന്നാണ് മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വിജയം ഓപ്പറേഷൻ സിന്ദൂറിൽ ധീരമായി പോരാടിയ ഇന്ത്യൻ സൈനികരോടുള്ള ഐക്യദാർഢ്യമായി സമർപ്പിക്കുന്നു. അവർ ഇനിയും നമുക്ക് പ്രചോദനമായി മാറട്ടെ എന്നാണ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സൂര്യ ആദ്യം പറഞ്ഞത്. മത്സരത്തിൽ പാക് താരങ്ങൾക്ക് കൈകൊടുക്കാതിരുന്നത് ബോധപൂർവമായിരുന്നു എന്ന ചോദ്യത്തിന് ജീവിതത്തിൽ ചില കാര്യങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിലും അപ്പുറത്ത് കാണണമെന്നായിരുന്നു സൂര്യകുമാർ യാദവിന്റെ മറുപടി. ടൂർണമെന്റ് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പാകിസ്ഥാനുമായുള്ള മത്സരത്തിനായി തങ്ങൾ സമ്മതിച്ചത് എന്നും മത്സരം ഭംഗിയായി തന്നെ തങ്ങൾ പൂർത്തിയാക്കിയെന്നുമാണ് സൂര്യ ഇതിന് മറുപടിയായി പറഞ്ഞത്. ടീമിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റുകളും സൂര്യ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സംസാരിക്കുകയുണ്ടായി. ഒരിക്കൽ കൂടി മികച്ച പ്രകടനം പുറത്തെടുക്കാനായി സാധിച്ചതിൽ സന്തോഷമുണ്ട്. ബാറ്റിംഗ് ബോളിംഗ് യൂണിറ്റുകൾ ഒരേപോലെ ഫോമായി തന്നെ ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജു സാംസൺ എന്തുകൊണ്ട് ബാറ്റിംഗിൽ അവസരം നൽകിയില്ല എന്നുള്ള ഒരു ചോദ്യം മത്സരശേഷം ഉയർന്നിരുന്നു. എന്നാൽ ഇതിന്റെ ഒരു പ്രതികരണവും സൂര്യയുടെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലെ വാക്കുകളിലുണ്ടായിരുന്നു. ബാറ്റിംഗ് ഓർഡറിൽ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ബാറ്റിംഗ് കോമ്പിനേഷൻ തന്നെയാണ് തങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തിലക് വർമ്മ ഔട്ടായതിനു ശേഷം നെക്സ്റ്റ് ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററായി ശിവം ദുബെയെ കളത്തിലിറക്കിയത്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസണ് ഇന്നലെ ബാറ്റിംഗിന് അവസരം ലഭിക്കാതിരുന്നത്. തീർച്ചയായിട്ടും ഓരോ മത്സരത്തിനനുസരിച്ച് ബാറ്റിംഗ് ഓർഡറിൽ സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും വ്യക്തമായ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് ബാറ്റിംഗ് ഓർഡർ ലൈനപ്പ് നിശ്ചയിക്കുന്നത് എന്നുമുള്ള സൂചനയാണ് സൂര്യകുമാർ യാദവ് നൽകിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.